നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. നിങ്ങൾ +1 ഇംപ്രൂവ്മെന്റ് പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്ന സയൻസിൽ ഏറ്റവും കൂടുതൽ പേര് പരീക്ഷ എഴുതുന്ന വിഷയം സംശയമില്ലാതെ പറയാം ഫിസിക്സ് ആണ്. ഫിസിക്സ് എത്രമാത്രം സിമ്പിളായിട്ട് പഠിക്കാം. യൂട്യൂബിൽ ഇവൻ ഞാൻ അടുത്ത ദിവസം മുതൽ ഓരോ ചാപ്റ്റർ ആയിട്ട് ഇട്ട് വരും. വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോസും ചാപ്റ്റർ വൈസ്. ഇപ്പം നമ്മൾ 2 ചാപ്റ്റർ ഓൾറെഡി തീർത്തിട്ടുണ്ട്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സും മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇനിയുള്ള ഓരോ ചാപ്റ്ററുകളും മോഷൻ ഇൻ എ പ്ലെയിൻ ഒരു വീഡിയോ ആയിരിക്കും. മാക്സിമം 1 മണിക്കൂർ, ആ 1 മണിക്കൂർ മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് വേറെ ഒന്നും പഠിക്കേണ്ട, അതിൻ്റെ നോട്ട്സോട് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാട്സപ്പ് ഈ വീഡിയോയുടെ താരം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു ലിങ്ക് കാണും. ഓൾറെഡി മിക്കവാറുള്ള ഗ്രൂപ്പുകളെല്ലാം ഫുള്ളായി. ഇപ്പോൾ ഇട്ടേക്കുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിനകത്ത് കയറാം. നിങ്ങൾക്ക് അതിനകത്ത് എല്ലാ സബ്ജക്റ്റുകളുടെയും ഫുള്ള് ക്ലാസ്സും നോട്ട്സും ഫ്രീ ആയിട്ട് കിട്ടും. ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പാണ്. അന്നേരം മാക്സിമം അത് യൂസ് ചെയ്യുക. നന്നായിട്ട് പഠിച്ച് കുഞ്ഞുങ്ങൾ നല്ല മാർക്ക് മേടിക്കുക. അതാണ് ഏറ്റവും ആവശ്യം. അന്നേരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വീഡിയോ ആണ്. കാരണം നമ്മൾ എല്ലാവരും ഒരു ഇമ്പ്രൂവ്മെന്റ് വന്നാലും ഒരു പരീക്ഷ വന്നാലും നമ്മൾ പഠിക്കും. പക്ഷെ എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ചാപ്റ്ററുകൾ പഠിക്കണം, ഇതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായ ധാരണയില്ല. അതിവ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് കിട്ടത്തുള്ളൂ. പല കുട്ടികളും നമ്മൾ ഓഫ്ലൈൻ പഠിപ്പിക്കുമ്പോഴും പറയാറുണ്ട്, അല്ലെങ്കിൽ ഓൺലൈനിലും പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട്, സാറേ +1 ഇമ്പ്രൂവ്മെന്റ് എടുക്കുമ്പോൾ ആദ്യം ഓസിലേഷൻസ് എടുക്കും, അത് ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. നിങ്ങൾക്ക് കമൻസ് ഇടാം, നിങ്ങൾക്ക് തോന്നുന്ന കമൻസ് നിങ്ങൾക്ക് ഇടാം. വേവ്സ് എടുക്കുക സാറേ, അത് ഭയങ്കര ടഫായിട്ടുള്ള ഇതാണ്. ഹീറ്റ്, തെർമോഡൈനമിക്സ് അറിയത്തില്ല സാറേ, തെർമൽ പ്രോപ്പർട്ടീസ് അറിയത്തില്ല. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതല്ല. നമ്മൾ എല്ലാ ചാപ്റ്ററും വാരിക്കോരി പഠിക്കേണ്ട ആവശ്യമില്ല. ഇമ്പ്രൂവ്മെന്റ് പഠിക്കുന്ന ചാപ്റ്ററിൽ നല്ല കിടുക്കനായിട്ട് പഠിക്കേണ്ട ചാപ്റ്റർ വെയിറ്റേജ് അനുസരിച്ച് പഠിച്ചു പോകണം. അതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. കാരണം ചുമ്മാതെ കയറി പഠിച്ചിട്ട് നമുക്ക് കുറേ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പഠിക്കുന്നത് പക്ക പെർഫെക്ഷൻ. എവിടെയും നമ്മളല്ലേ പ്രൊഫഷണലായിരിക്കണം, പെർഫെക്ഷൻ ആയിരിക്കണം. അപ്പം നിങ്ങൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നല്ല പ്രൊഫഷണലാണെങ്കിൽ, പ്രത്യേകിച്ചും പ്രൈവറ്റ് ജോബിൽ, ഒരു IT കമ്പനിയിലോ എന്തിലും നല്ല പ്രൊഫഷണലാണ്, നിങ്ങൾ പെർഫെക്ഷൻ ആണെങ്കിൽ നിങ്ങൾ അവിടെ എല്ലാം ടോപ്പാണ്. അവിടെ ഇതേ സംഭവം പെർഫെക്ഷനും പ്രൊഫഷണലിസവും എവിടെ കൊണ്ടുവരണം? നിങ്ങളുടെ പഠിത്തത്തിൽ കൊണ്ടുപോകണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഏതൊക്കെ ചാപ്റ്ററുകൾ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാം ഫിസിക്സ് ഉറപ്പാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊന്നുമില്ല. കാരണം ഇത് ഇന്നലെ ഉണ്ടായതല്ല, വർഷങ്ങൾക്ക് മുമ്പേ ഈ സിലബസ് ഉള്ളതാണ്. ഇതിനകത്ത് ഡിലീറ്റഡ് ടോപ്പിക്സ് ഒക്കെ വന്ന് കാണുമായിരിക്കാം. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇതാണ്. ഫിസിക്സിൽ യഥാർത്ഥത്തിൽ 15 ചാപ്റ്ററിൽ ഫിസിക്കൽ വേൾഡ് ഇല്ലേ, 9 നമുക്ക് പ്ലൂട്ടോ ഉൾപ്പെടെ സോളാർ സിസ്റ്റത്തിൽ 9 പ്ലാനറ്റ്സ് ആണ്. ഇപ്പോൾ പ്ലൂട്ടോ ഇല്ല, 8 ഉള്ളതുപോലെ നമുക്ക് ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മുടെ ഫിസിക്സിൽ നിന്ന് ഇപ്പോൾ മാറി. ആദ്യത്തെ വളരെ സിമ്പിൾ ഒരു ചാപ്റ്റർ ആയിരുന്നു, 1 മാർക്കിൻ്റെ ചാപ്റ്റർ. അത് നമുക്ക് എടുത്ത് കളഞ്ഞിട്ട് ബാക്കി 14 ചാപ്റ്ററേ ഉള്ളൂ. എന്നിട്ട് ഞാൻ തുടങ്ങുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് വെച്ചാണ്. നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് വെച്ചാണ് തുടങ്ങുന്നത്. ലാസ്റ്റിൽ എൻഡ് ചെയ്യുന്നത് വേവ്സിലാണ്. അങ്ങനെയാണല്ലോ ഓർഡർ അനുസരിച്ച്. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക. വളരെ സിമ്പിൾ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ഏറ്റവും ആദ്യം പഠിച്ചു തുടങ്ങേണ്ടത് ഓർഡറിൽ തന്നെയാണ്. ഫിസിക്സ് ഓർഡറിൽ തന്നെ പഠിച്ചു പോവുക. ആദ്യം പഠിക്കേണ്ടത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആണ്. അത് കഴിഞ്ഞാൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അത് കഴിഞ്ഞാൽ മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്. അത് കഴിഞ്ഞാൽ ലോസ് ഓഫ് മോഷൻ ആണ്, വർക്ക് എനർജി പവർ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ, ഗ്രാവിറ്റേഷൻ. 7 ചാപ്റ്റർ ഒരു സെലക്ഷൻ വെക്കാതെ ഗംഭീരമായിട്ട് പഠിക്കേണ്ട 7 ചാപ്റ്റർ നല്ല അടിപൊളിയായിട്ട് പഠിക്കണം. അതിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ നമ്മുടെ നോട്ടിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. 7 ചാപ്റ്റർ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം 85 മാർക്കിന് പ്ലസ് ക്വസ്റ്റ്യൻസ് ചോയ്സ് ഉൾപ്പെടെ നിങ്ങളുടെ +1 ഇമ്പ്രൂവ്മെന്റ് ആയാലും 85 മാർക്ക് കൂടുതൽ, ഏകദേശം 85 മാർക്ക് കൂട്ടിക്കൂ. നമുക്കതിൽ നിന്ന് എത്ര മാർക്ക് മതി? 60 മാർക്ക് കിട്ടിയ പോരെ. ഈ 7 ചാപ്റ്ററിൽ നിന്ന് ഏകദേശം 60+ മാർക്കുണ്ട്. അതാണ് നമ്മൾ വ്യക്തമായും അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇത് എല്ലാ കുഞ്ഞുങ്ങളും അറിഞ്ഞിരിക്കുക. മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ പഠിക്കേണ്ടത്. നിങ്ങൾ 7 ചാപ്റ്റർ ഗംഭീരമായിട്ട് ചോയ്സ് ഒന്നും വെക്കാതെ ഗ്രാവിറ്റേഷൻ വരെ, അതായത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ഉൾപ്പെടെ തുടങ്ങി ഗ്രാവിറ്റേഷൻ വരെ ചോയ്സ് ഒന്നും വെക്കാതെ 7 ചാപ്റ്റർ ഗംഭീരമായിട്ട് പഠിക്കുക. അതിനുശേഷം വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്ററുകളാണ് വേവ്സ്, ഓസിലേഷൻസ്, കൈൻഡ് തിയറി,
തെർമോഡൈനമിക്സ്, തെർമൽ പ്രോപ്പർട്ടീസ്, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. അവിടെ ഒരു ഭീകരൻ കിടപ്പുണ്ട്, മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്. അത് ഭീകരനാണ്, അതിഭീകരനാണ്. അതിനകത്തുനിന്ന് ഫ്ലൂയിഡ്സിൽ നിന്ന് ചോയ്സ് വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ മതി. അത് തന്നെ പരീക്ഷയ്ക്ക് വരും. ഈ പറഞ്ഞ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് മുതൽ വേവ്സ് വരെയും ചോയ്സ് വെച്ച് പഠിക്കാൻ അത്യാവശ്യം ചാൻസ് ഒരു 99.9% പ്രോബബിലിറ്റി ഉള്ള ടോപ്പിക്സ് മാത്രം പഠിച്ചുകൊണ്ട് പോവുക. ഇത്രയും 8 മുതൽ 14 വരെ. ഫ്ലൂയിഡ്സും അതേ ഗണത്തിൽപ്പെടുത്തുക. ബെർണോളിസ് തിയറം നമുക്കറിയാം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാസ്കൽസ് ലോ, ടെർമിനൽ വെലോസിറ്റി, ക്യാപ്പിലാരിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഡെറിവേഷൻസ് ഒക്കെ നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോയി അതിൽ നിന്ന് കിട്ടിയിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് അങ്ങനെ മാത്രം എടുത്താൽ നമുക്ക് ബാക്കി ഏകദേശം 60+ ഉണ്ട്, ഏകദേശം 25 മാർക്ക് ഈസി ആയിട്ട് നമുക്കൊരു 2 ദിവസം പഠിച്ചാൽ പോലും വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. എൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ ചെയ്ത് യൂട്യൂബിൽ പബ്ലിക്കായിട്ടും ഇട്ട് തരും. നമ്മുടെ പ്രൈവറ്റ് കുട്ടികൾ കൊടുക്കുന്നതോടൊപ്പം നിങ്ങൾ പ്രൈവറ്റായിട്ടും ഇട്ട് തരും. അതിനകത്തൊരു ടെൻഷൻ വേണ്ട. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ, സപ്പോർട്ട് നിങ്ങളുടെ കമൻസിലൂടെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെയും ഷെയർ ചെയ്യുന്നതിലൂടെയും മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോട്ടെ. കാരണം അത്രയും കാര്യമായിട്ട് നമ്മൾ അതിനകത്ത് എത്രമാത്രം എഫേർട്ട് എടുക്കുന്നു, നിങ്ങളുടെ എഫേർട്ടോടെ ചേരുമ്പോഴാണ്, രണ്ടുകൂടെ ചേരുമ്പം കൂപ്പ് കൈ പോലെ തോന്നുന്ന പോലെ അതൊരു വലിയ പ്ലസ്സാണ്, അടിപൊളിയായിരിക്കും. അന്നേരം അങ്ങനെ വേണം ചെയ്യാൻ. അന്നേരം ഓർക്കുക, ആദ്യത്തെ 7 ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാം. ഗ്രാവിറ്റേഷൻ പല അധ്യാപകരും പല അഭിപ്രായങ്ങൾ പറഞ്ഞാൽ പോലും കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന അധ്യാപകർക്ക് അത് കൃത്യമായിട്ടറിയാം. അതിനുശേഷം നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ നന്നായിട്ട് ചോയ്സ്, ഞാൻ പറയുന്നത് കൃത്യമായിട്ട് അതുപോലെ പോവുക. ചോയ്സ് വെച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഫിസിക്സിൽ ഉറപ്പിക്കാം. +1 ഇംപ്രൂവ്മെൻറ്റ്. ഒരു ടെൻഷൻ വേണ്ട, വേറെ ഒരു വീഡിയോസ് കാണേണ്ട ആവശ്യമില്ല. 100%. ഇത്രയും വർഷം പഠിപ്പിച്ച ഒരു സാധാ അധ്യാപകൻ, സാധാ മാഷ് പറയുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചും പഠിപ്പിച്ചുള്ള ഇത് വെച്ചും മാത്രം പറയുന്നതാണ്. ഓവർ കോൺഫിഡൻസ് കൊണ്ടല്ല. അതുപോലെ പഠിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തിൽ പറഞ്ഞു. അന്നേരം ഇതുപോലെ കേൾക്കുമെന്ന് വിചാരിക്കുന്നു. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നിങ്ങളുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനകത്ത്. അതിനകത്ത് ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് കയറുക. അതിനകത്ത് നോട്ട്സും വീഡിയോസും എല്ലാം കിട്ടും. നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതനുസരിച്ച് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നന്നായിട്ട് പഠിക്കട്ടെ, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചു മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.